ഘടകമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ജി. ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ ഓൾറെഡി ബൾക്ക് മോഡുലസും വോളിമെട്രിക് സ്ട്രെയിനും ഒക്കെ തമ്മിലുള്ള ഇക്വേഷൻസ് പഠിച്ചിരുന്നു, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. സോ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ബാക്കി ടോപ്പിക്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ കൺസിഡർ എ സ്ക്വയർ ബ്ലോക്ക് നെയിംഡ് ABCD of unit thickness subjected to a shear stress. A set of shear stress means ഇവിടെ ഒരു ടോ ഉണ്ടാവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ടോ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു ട്വിസ്റ്റിംഗ് ആയിരിക്കും, ഒരു സെറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ഈസ് Q ഓൺ ദ ഫേസ് ABCD ആൻഡ് ദ ഫേസ് ADCB. ഈ രണ്ട് ഫേസുകളിലായിട്ടായിരിക്കും. 4 ഫേസ് ഉണ്ടാവല്ലോ ഇവിടെ ABCDയിൽ എന്ന് പറയുന്നത്, AB-യിലും CD-യിലും, ABCD അതേപോലെ തന്നെ BCAD, അങ്ങനെ ആയിരിക്കും ഇവിടെ BCAD. സോ ഇവിടെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ ഒരു 2 ഡയഗണൽസ് വരുന്നുണ്ടാവും. 2 ഡയഗണൽസ്, ഫസ്റ്റ് വൺ ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടാവും നമ്മുടെ ABCD എന്ന് പറയുന്ന ബോഡി കൺസിഡർ ചെയ്യുന്ന സമയത്ത്. അപ്പം അതിൽ ഈ 2 ഡയഗണലുകൾ, ആദ്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയഗണൽ ഈ B ആൻഡ് D, ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് AC കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ BDയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായിരിക്കും? രണ്ടിടത്തും സ്ട്രെസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, BDയിലും സ്ട്രെസ് ഉണ്ടായിരിക്കും, AC-യിലും സ്ട്രെസ് ഉണ്ടായിരിക്കും. ഡയഗണൽ BDയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഡയഗണൽ AC-യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, റെഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് BD ആണ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഗ്രീൻ ലൈൻ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് AC ആണ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്, നമ്മുടെ ത്രൂ ഔട്ട് ഡെറിവേഷനിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. സോ അങ്ങനെ ഇലോങ്ങേഷൻ, ദാറ്റ് മീൻസ് ദിസ് AD എന്ന് പറയുന്ന അവിടെ ഒരു നോക്കുക, സോറി AD അല്ല BD എന്ന് പറയുന്ന സ്ട്രെസ്, റെഡ് ലൈൻ ഡയഗണൽ ഉള്ള അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ BD എന്താവും? BD ചേഞ്ചസ് ടു ദിസ് ഡയറക്ഷനിൽ BD1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂടും. ആ ഒരു സ്ട്രെസ് കാരണം അതിൻ്റെ ലെങ്ത് കൂടും. സിമിലർലി AC-ക്ക് വരെ എന്താവും? AC1 ഡാഷ് ആവും. സോ AC1 ആവും. AC1 എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറയും. ഓക്കെ, മാറിപ്പോയിൽ BD എന്ന് പറയുന്ന ലെങ്ത് കുറയും, AC എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് കൂടും. ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നിടത്ത് ലെങ്ത് കൂടും, കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നിടത്ത് ലെങ്ത് കുറയും. സോ അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഇവിടെ ജസ്റ്റ് എഴുതിയേക്കുന്നത്. BD വിൽ എലോങ്ങേറ്റ് ആൻഡ് AC വിൽ ഷോർട്ടൺ. ബിക്കോസ് എന്താണ്? BDയിൽ ആക്ട് ചെയ്യുന്നത് ടെൻസൈലാണ്, സോ ഇറ്റ് വിൽ ഇലോങ്ങേറ്റ്. സിമിലർലി AC-യിൽ ആക്ട് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്, സോ AC വിൽ ഷോർട്ടൺ. അത്രയും നമ്മൾ മറന്നു പോകാതെ ഓർക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ BD എന്ന് പറയുന്ന ആ ഒരു ഡയഗണൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇതിലുള്ളതിൽ BD എന്ന് പറയുന്ന ഈ ഒരു ഡയഗണൽ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. അതിലുള്ള കമ്പൈൻഡ് എഫക്റ്റാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ഡ്യൂ ടു ദ ടെൻസൈൽ സ്ട്രെസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് Q. എലോങ് BD ദർ വിൽ ബി എ ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ഡയഗണൽ BD. അറിയാമല്ലോ എന്താണ്? ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്ട്രെയിനും ഉണ്ടായിരിക്കും. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് Q along BD there will be a tensile strain, okay, along diagonal BD. Due to the compressive stress along AC there will be a tensile strain. നമ്മൾ BDയിലുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞ ഈ ഒരു ഡൗട്ട് തോന്നരുത്, BD എന്ന് പറയുന്നതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സോ അവിടെ എന്തുണ്ടാവും? 2 സ്ട്രെയിനുകളുണ്ടാവും. ഒന്ന് ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ടാവും ബിക്കോസ് ഓഫ് ടെൻസൈൽ സ്ട്രെസ്, അതേപോലെ ബിക്കോസ് ഓഫ് കംപ്രസീവ് സ്ട്രെസ് ഒരു സ്ട്രെയിനും കൂടെ ഉണ്ടാവും. അത് കംപ്രസീവ് സ്ട്രെയിൻ അല്ല, ടെൻസൈൽ സ്ട്രെയിൻ തന്നെയാണ്. കാരണം എന്താണ്? നമ്മൾ പഠിക്കുന്നത് BD മാത്രമാണ്, അവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ മാത്രമായിരിക്കും. ഡൗട്ട് തോന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എടുക്കുന്നു എന്താണ്? ലെറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം, യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് E ആണ്, പോയ്സൺസ് റേഷ്യോ μ ആണ്. നൗ ദ ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ഡയഗണൽ BD മാത്രമേ എടുക്കുന്നുള്ളൂ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് ടോ എലോങ് BD. എന്താണ് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്? ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് ഡിവൈഡഡ് ബൈ E. നമ്മുടെ ഹുക്സ് ലോ എന്താണ്? E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ E അല്ലേ? E ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. അപ്പോൾ സ്ട്രെയിൻ എന്തായിരിക്കും? സ്ട്രെസ് ഡിവൈഡഡ് ബൈ E ആയിരിക്കും. സ്ട്രെസ് ഡിവൈഡഡ് ബൈ E ആയിരിക്കും. നമ്മളതിവിടെ എഴുതിയെന്നേ ഉള്ളൂ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ E അല്ലെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ E. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ടോ ആണ്. അപ്പോൾ ടോ ഡിവൈഡഡ് ബൈ E. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി, ടോ ബൈ E എന്ന് കിട്ടി. എന്താണ്?
ഇതാണ് ടെൻസൈൽ സ്ട്രെസ് അലോങ് ബി ഡി എന്ന് പറയുന്നത് ടോ ബൈ ഇ ആണ്. അതേപോലെ ടെൻസൈൽ സ്ട്രെസ് അലോങ് ബി ഡി ഡ്യൂ ടു എ സി എന്താണ് മ്യൂ ഇൻറ്റു ടോ ബൈ ഇ. ഇവിടെ ടോ ബൈ ഇ ആണ്, അതിനെ പോയിസൺസ് റേഷ്യോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രെയിൻസ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ കിട്ടി അല്ലേ. ഒന്ന് ടോ ബൈ ഇ എന്ന് പറയുന്ന സ്ട്രെയിൻ എലോങ് ബി ഡി ഡ്യൂ ടു എന്താണ് ബി ഡിയിലുള്ള സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ തന്നെയാണ് ടോ ബൈ ഇ. അതേപോലെ എ സിയിലുള്ള സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനാണ് എന്ത് മ്യൂ ഇൻറ്റു ടോ ബൈ ഇ. സോ എലോങ് ബി ഡി ഈ രണ്ട് സ്ട്രെസ്സസ് ഉണ്ടായിരിക്കും. സോ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ രണ്ട് സ്ട്രെസ്സും കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ രണ്ട് സ്ട്രെസ്സുകളെയും കൂടി നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പ്. ടോ ബൈ ഇ പ്ലസ് മ്യൂ ഇൻറ്റു ടോ ബൈ ഇ. സോ ടോ ബൈ ഇ പ്ലസ് മ്യൂ ഇൻറ്റു ടോ ബൈ ഇ ചെയ്യുന്നു. സോ അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു ടോ ബൈ ഇ എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ടുണ്ട്. സോ ടോ ബൈ ഇ എന്ന് പറയുന്ന ടേം എന്ത് ചെയ്തു, കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ 1, ഇവിടെ ടോ ബൈ ഇ പോയി കഴിയുമ്പോൾ മ്യൂ. സോ അത് 1 പ്ലസ് മ്യൂ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി, ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് മ്യൂ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്താണ്, എലോങ് ബി ഡി അല്ലേ. ഇങ്ങനെ ഒരു എ ബി സി ഡി എന്ന് പറയുന്നൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ അകത്ത് എലോങ് ബി ഡി എന്ന് പറയുന്ന ആ ഒരു ഡയഗണലിലുണ്ടാവുന്ന ടോട്ടൽ ടെൻസൈൽ സ്ട്രെയിൻ്റെ ഇക്വേഷനാണ് ടോ ബൈ ഇ ഇൻറ്റു 1 ബൈ മ്യൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ടോട്ടൽ ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ഡയഗണൽ ബി ഡിക്ക് വേറൊരു ഇക്വേഷൻ കൂടി നമുക്ക് എഴുതാം. ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. വേറെ ഒരു ഇക്വേഷൻ കൂടി നമുക്കൊരു ഇക്വേഷൻ നമ്പർ 2 കൂടെ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ഇതെഴുതുന്നത്. എന്താണ്, ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ. ടോട്ടൽ ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്താണ്, ഇവിടെ ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇതിലുള്ളത് പ്ലസ് ഇതിലുള്ളതാണ് ടോട്ടൽ. നമുക്ക് ബി ഡിയിലുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടലിൻ്റെ പകുതി. ഓക്കെ, ക്ലിയർ അല്ലേ. അതാണ് അവർ ഇവിടെ എഴുതിയേക്കുന്നത്, ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ. ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ. സോ ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ എന്ന് എഴുതുന്നതിൻ്റെ അകത്ത് ആ ഷിയർ സ്ട്രെയിന് പകരം നമുക്ക് വേറൊരു എക്സ്പ്രഷൻ കൊടുക്കാം. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് നോക്കുക എന്താണ്, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനാണ്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിരിക്കും. സോ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ത് ചെയ്തു, നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്തിനു പകരം, ഷിയർ സ്ട്രെസ്സിന് പകരം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെയിൻ എന്ന് ഉള്ളതിന് പകരം ഹാഫ് ഇൻറ്റു ഷിയർ സ്ട്രെസ് ബൈ ജി എന്ന് കിട്ടി. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോയാണ്, ജി ആണ് നമ്മുടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി. സോ ഇക്വേഷൻ എന്ത് കിട്ടി, ഹാഫ് ഇൻറ്റു ടോ ബൈ ജി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇക്വേഷൻ നമ്പർ 1 ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് മ്യൂ. എന്താണ്, ടോട്ടൽ ടെൻസൈൽ സ്ട്രെയിൻ എലോങ് ബി ഡി. അതേപോലെ വേറൊരു ഇക്വേഷനും ഉണ്ട്, അതും എന്ത് തന്നെയാണ്, ടെൻസൈൽ സ്ട്രെയിൻ എലോങ് ബി ഡി തന്നെയാണ്. ടെൻസൈൽ സ്ട്രെയിൻ ഇൻ ഡയഗണൽ ബി ഡി തന്നെയാണ്. എന്ത്, ഹാഫ് ഇൻറ്റു ടോ ബൈ ജി. നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുക. കാരണം രണ്ടും ബി ഡി എന്ന് പറയുന്ന ഡയഗണലിലുള്ള ടെൻസൈൽ സ്ട്രെയിൻ ആണ്. സോ നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു. സോ 1 ഈസ് ഈക്വൽ ടു 2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് രണ്ടും കട്ടായി പോയി. ഇവിടെ കോമൺ ആയിട്ടുള്ള എന്താണ്, ടോ ഇവിടെ ഉണ്ട്, ഇവിടെ ടോ ഉണ്ട്. സോ ടോ രണ്ടിടത്തുനിന്ന് പോയി കഴിയുമ്പം 1 ബൈ ഇ ഇൻറ്റു 1 പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു 1 ബൈ 2 ജി എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് ഇ മാത്രം ഒരു സൈഡിലിട്ടിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ. സോ ഇവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ജി. അതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് മാറ്റി അതിൻ്റെ അകത്തൊന്ന് ജി മാത്രം എടുത്ത് വേണമെങ്കിൽ എഴുതാം. ജി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ജി ഈസ് ഈക്വൽ ടു ഇ
ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ, ഇതിലേതെങ്കിലും ഫസ്റ്റിലത്തെ അവിടെ വരെ എഴുതി നിർത്തിയാലും മതി. സോ ഇതെന്ന് പറയുന്നതും ഇതും എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആണ്, ഇതും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആണ്, ഇ ആൻഡ് ജി ആണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ജി ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ, അല്ലെങ്കിൽ ജി ഈസ് ഈക്വൽ ടു ഇ ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. സോ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ നമ്മൾ പഠിച്ച ഡെറിവേഷൻ ഏതായിരുന്നു? കെയും ഇയും തമ്മിലുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. അതുപോലെ ഇന്ന് പഠിച്ചത് ഇയും ജിയും തമ്മിലുള്ള റിലേഷനാണ്. സോ ഈ ഡെറിവേഷൻസൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ പ്രോബ്ലംസിലേക്ക് കിടക്കുകയാണ്. സോ ഫസ്റ്റ് വൺ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ ദ പോയ്സൺസ് റേഷ്യോ and bulk modulus of a material for which Young's modulus is 1.2 into 10 raised to 5 Newton per mm square, 1.2 into 10 raised to 5 Newton per mm square, and modulus of rigidity is 4.8 into 10 raised to 4 Newton per mm square. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് പോയ്സൺസ് റേഷ്യോ, മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഒന്ന് തന്നിട്ടുള്ളത് എന്താണ്? ഇ തന്നിട്ടുണ്ട്, ഇതേപോലെ ജി തന്നിട്ടുണ്ട്. സോറി, നിങ്ങൾക്ക് ഇവിടെ മോഡുലസ് ഓഫ് റിജിഡിറ്റിക്ക് ചില ടെക്സ്റ്റിൽ സി എന്നാണ്, ചില ടെക്സ്റ്റിൽ ജി എന്നാണ്. കൺഫ്യൂഷൻ ആവേണ്ട, രണ്ടും സെയിം ആണ്. ജിയും സിയും സെയിം സംഭവം തന്നെയാണ്. സോ പോയ്സൺസ് റേഷ്യോ ആൻഡ് ബൾക്ക് മോഡുലസ്, ഓക്കെ, രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഒപ്പം ബൾക്ക് മോഡുലസ് കെ കണ്ടുപിടിക്കാനും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് യങ്സ് മോഡുലസ് ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഫസ്റ്റ് വൺ, നമുക്ക് ഇക്വേഷൻ അറിയാം. എന്ത്? ഇയും സിയും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ട് അല്ലേ? എന്താണ്? ഇപ്പം ലാസ്റ്റ് നമ്മൾ പഠിച്ച നമ്മുടെ ഡെറിവേഷൻ ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ, അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു 2c ഇൻറ്റു 1 പ്ലസ് മ്യൂ അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇവിടെ ഡിറൈവ് ചെയ്ത് നിർത്തിയതല്ലേ? ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് മ്യൂ ഇക്വേഷൻ അല്ലേ? സോ അതെന്ത് ചെയ്യുക? അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് ആ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ അകത്ത് ഇയുടെ വാല്യൂ നമുക്കറിയാം, സിയുടെ വാല്യൂ നമുക്കറിയാം. സോ അൺനോൺ ആയിട്ടുള്ള വാല്യൂ ഏതായിരിക്കും? മ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡയറക്റ്റ് മ്യൂവിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, സോ ആ ഇക്വേഷൻ എടുക്കുക. ഇ ഈസ് ഈക്വൽ ടു 2c ഇൻറ്റു 1 പ്ലസ് മ്യൂ. ഇയുടെ വാല്യൂ എഴുതുക 1.2 ഇൻറ്റു 10 റേസ് ടു 5. സിയുടെ വാല്യൂ എഴുതുക 2 ഇൻറ്റു സി 4.8 ഇൻറ്റു 10 റേസ് ടു 4 ഇൻറ്റു 1 പ്ലസ് മ്യൂ. സോ അതിൻ്റെ അകത്തുനിന്ന് ഇത്രയും ഭാഗം എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 1 പ്ലസ് മ്യൂ മാത്രം ഒരു സൈഡിൽ കിടക്കും. ആ 1 പ്ലസ് മ്യൂവിൻ്റെ അകത്തുനിന്ന് മൈനസ് ആ കിട്ടുന്ന ആൻസറെ -1 ചെയ്ത് കഴിയുമ്പം എന്ത് കിട്ടും? മ്യൂവിൻ്റെ ആൻസർ കിട്ടും. മ്യൂ ഇസ് ഈക്വൽ ടു 0.25 എന്നൊരു ആൻസർ നമുക്ക് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നമുക്ക് കിട്ടി, മ്യൂ കിട്ടി. ഇനി എന്താ വേണ്ടേ? ബൾക്ക് മോഡുലസ് കെ കണ്ടുപിടിക്കണം. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു, ബൾക്ക് മോഡുലസും കഴിഞ്ഞ മൊഡ്യൂളിലല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? കെയും ഇയും തമ്മിലുള്ള ഇക്വേഷൻ അല്ലേ? കെയും ഇയും കൂടെ ഉള്ള ഇക്വേഷൻ എന്താ? കെ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ഓക്കെ, അതിൻ്റെ അകത്ത് എല്ലാ ടേംസും നമുക്ക് നോക്കുക. ഇ നമുക്കറിയാം, മ്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ടേംസും അറിയാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കെ കിട്ടും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇ ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 10 റേസ് ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 ഇൻറ്റു 1 മൈനസ് 2 മ്യൂ, 2 ഇൻറ്റു 0.25. മ്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? 0.25. ആ മ്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ നമുക്ക് 8 ഇൻറ്റു 10 റേസ് ടു 4 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മ്യൂവും കണ്ടുപിടിച്ചു, ബൾക്ക് മോഡുലസ് കെയും കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്താണ്? ജി അല്ലെങ്കിൽ സി. ആൻഡ് ബൾക്ക് മോഡുലസ് കെ ഓഫ് എ സിലിണ്ടറിക്കൽ ബാർ ഓഫ് ഡയമീറ്റർ 30 mm. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് 1.5 mm. ലെങ്തും തന്നിട്ടുണ്ട്. ഡയമീറ്റർ mm-ലാണ്, ലെങ്ത് മീറ്ററിലാണ്. മീറ്ററിലുള്ളതിനെ എന്ത് ചെയ്യുക? mm-ലേക്ക് മാറ്റുക. ലെങ്ത് 1.5 ഇൻറ്റു 10 റേസ് ടു 3 1500 mm ആയി. If the longitudinal strain in a bar during a tensile stress is 4 times the lateral strain. അവരൊരു കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഈ ഒരു കണ്ടീഷൻ കൂടെ നിങ്ങൾ നോക്കണം. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ
ടെൻസൈൽ സ്ട്രെസ് ഓക്കെ ഇൻ എ ബാർ ഡ്യൂറിങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ 4 times ദ ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ നിങ്ങൾ അത് എഴുതി വെച്ചോണം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 4 times ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് 4 times ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടും? ഡയറക്റ്റ് പോയിസൺസ് റേഷ്യോ കിട്ടും ആ ഒരു കണ്ടീഷൻസിൻ്റെ അകത്തുനിന്ന്. കാരണം എന്താണ്, പോയിസൺസ് റേഷ്യോ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? പോയിസൺസ് റേഷ്യോ മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് അല്ലേ? പോയിസൺസ് റേഷ്യോ മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അവരൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ, അവർ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 4 times ലാറ്ററൽ സ്ട്രെയിൻ എന്നാണ്. അപ്പം 4 times ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വരുന്ന സമയത്ത് ഇവിടെ 4 ആയിരിക്കും. സോ 1/4 ആയിരിക്കും മ്യൂവിൻ്റെ വാല്യൂ. ദാറ്റ് മീൻസ് 0.25 ആയിരിക്കും എന്ത്, നമ്മുടെ പോയിസൺസ് റേഷ്യോയുടെ വാല്യൂ. അതാണ് നമ്മൾ വേണ്ട ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 4 times ലാറ്ററൽ സ്ട്രെയിൻ. സോ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 ആയിരിക്കും. നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.25 ആയിരിക്കും. പോയിസൺസ് റേഷ്യോ 0.25 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കിയും കൂടെ വായിക്കാം. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വോളിയം വെൻ ദ ബാർ ഈസ് സബ്ജക്റ്റഡ് ടു എ ഹൈഡ്രോളിക് പ്രഷർ ഓഫ് 100 Newton/mm². ടേക്ക് E is equal to 1 × 10⁵ Newton/mm². അപ്പോൾ നമ്മളോട് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്താണ് GA, പിന്നൊന്നെന്താണ് ബൾക്ക് മോഡുലസ് KE. ഇത് രണ്ടും കൂടാതെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, ചേഞ്ച് ഇൻ വോളിയം DV. എപ്പോഴാണ്? ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 100 Newton/mm² ഉണ്ടാകുന്ന സമയത്ത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയയാണ്. ഓക്കെ, 100 Newton/mm² എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്ന ആ സംഭവം ഇത് സിഗ്മയായിരിക്കും, സ്ട്രെസ് തന്നെ ആയിരിക്കും. Newton/mm² ആണ് യൂണിറ്റ്, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് Newton/mm² ആണ്. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് സിഗ്മ തന്നെ ആയിരിക്കും എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. സോ നമുക്ക് പോയിസൺസ് റേഷ്യോ കിട്ടി, 0.25 കിട്ടി. ബാക്കി യങ്സ് മോഡുലസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സിയും കെയും ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മുമ്പേ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷനിലേക്ക് കയറുക. ഏതാണ്? E is equal to 2 × C × 1 + μ, അല്ലെങ്കിൽ E is equal to 2G × 1 + μ. ആ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C ആണ്. മ്യൂ നമുക്കറിയാം, E നമുക്കറിയാം. മ്യൂ അറിയാം, E അറിയാം അല്ലേ? E എത്രയാണ്? 1 × 10⁵. അത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മ്യൂ എത്രയാണ്? 0.25. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2C എന്ന് പറയുന്നത് മാത്രം എന്ത് ചെയ്യും? ഒരു സൈഡിലിടുക, മറ്റതിനെ എല്ലാം സോൾവ് ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് C എന്ന് പറയുന്നത് കിട്ടും. C is equal to 4 × 10⁴ Newton/mm². അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരെണ്ണം കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോവുക. എന്താണ്? ഫോർ ബൾക്ക് മോഡുലസ് ഇക്വേഷൻ നമുക്കറിയാം. ബൾക്ക് മോഡുലസും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും യങ്സ് മോഡുലസും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? E is equal to 3 × K × 1 - 2 μ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഓരോ വാല്യൂസും. ഇയുടെ വാല്യൂ നമുക്കറിയാം, എത്രയാണ്? 1 × 10⁵. മ്യൂവിൻ്റെ വാല്യൂ അറിയാം, 1 - 2 × 0.25. സോ 3K മാത്രമേ ഉള്ളൂ അറിയാത്ത. 3K മാത്രം ഒരു സൈഡിലിടുക. അതിനുശേഷം സോൾവ് ചെയ്തിട്ട് കെയെ മാത്രം ഒരു സൈഡിലാക്കി കഴിയുമ്പം കെയുടെ ആൻസർ കിട്ടും 0.667 × 10⁵ Newton/mm². സോ ഇടയ്ക്കത്തെ കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പൊക്കെ ടെക്സ്റ്റിലില്ല, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പറയുന്ന 1 × 10⁵ ഡിവൈഡഡ് ബൈ 3 × 1 - 2 × 0.25 എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. വെറുതെ സ്ലൈഡിൽ പറയുന്നത് മാത്രം എഴുതി വെക്കാതെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ചെയ്തു തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് കെയും കിട്ടി. അപ്പോൾ C കിട്ടി, K കിട്ടി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ചേഞ്ച് ഇൻ വോളിയമാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാകുന്ന കേസിൽ നമുക്കറിയാം കെയും വോളുമെട്രിക് സ്ട്രെയിൻ. K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൾക്ക് മോഡുലസ്. വോളുമെട്രിക് സ്ട്രെയിൻ അല്ല, ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വോളുമെട്രിക് സ്ട്രെയിൻ ആണ്. വോളുമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ dV/V അല്ലേ? ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കുണ്ടായിരുന്നു. K ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ dV/V എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. സോ ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? P തന്നെയാണ്. സോ P ഡിവൈഡഡ് ബൈ വോളുമെട്രിക് സ്ട്രെയിൻ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ K ഈസ് ഈക്വൽ ടു
പി ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി എന്ന് നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ ടേംസ് നമ്മൾ എടുത്ത് നോക്കുക. കെ നമുക്കറിയാമല്ലോ എത്രയാ, ഇവിടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. പിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് പിയുടെ വാല്യൂ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 100 Nm/mm² എന്നാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. കെയുടെ വാല്യൂ അറിയാം, പിയുടെ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് ഡി വി ബൈ വി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഡി വി ബൈ വിക്കകത്തെ വി നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? വോളിയം ആണ്. വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താണ്, നമുക്ക് ഈ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിലിണ്ടറാണ്, സിലിണ്ടറിൻ്റെ ലെങ്തും ഡയമീറ്ററും അറിയാമെങ്കിൽ അതിൻ്റെ വോളിയം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വോളിയം ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എൽ. പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എൽ. സോ പൈ ഇൻറ്റു ഡി എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 30. പൈ ഇൻറ്റു 30 സ്ക്വയർ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 30 അവർ എഴുതിയിട്ടുള്ളൂ. 30 സ്ക്വയർ ഉണ്ട്. 30 സ്ക്വയർ ഇൻറ്റു 1500/4 ആൻസർ ഇത് കിട്ടും. സോ എന്ത് കിട്ടി? വോളിയവും കിട്ടി. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. കെ അറിയാം, പി അറിയാം, ഡി വി ബൈ വിക്കകത്തെ ഈ വിയും അറിയാം. നമുക്കിനി അൺനോൺ ആയിട്ടുള്ള എന്താണ്? ഡി വി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ഓരോ വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റുക. സോ കെ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഡി വി ബൈ വി. സോ നമുക്ക് ഡി വി ബൈ വി ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 0.66 അല്ലേ, 100 ഡിവൈഡഡ് ബൈ 0.667 എന്ന് കിട്ടും. എന്ത്? ഡി വി ബൈ വി എന്ന് പറയുന്നത്. സോ ഡി വി ബൈ വി ഈസ് ഈക്വൽ ടു 100 ബൈ 0.0667 ഇൻറ്റു 10⁵. അതിൻ്റെ ആൻസറാണ് 1.5 ഇൻറ്റു 10⁻³ എന്തിൻ്റെ ആൻസർ? ഡി വി ബൈ വിയുടെ ആൻസർ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡി വി കിട്ടണം. ഡി വി കിട്ടണമെങ്കിൽ ഈ വി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി ഇൻറ്റു ദിസ് ആൻസർ. സോ വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, വോളിയം ഇൻറ്റു ദിസ് ആൻസർ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1590.43 mm³ എന്ന് കിട്ടും. സോ ചേഞ്ച് ഇൻ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 ഡെറിവേഷൻസ് നമ്മൾ ചെയ്തു. അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്തു. സോ ഇതിൻ്റെ അകത്തു നിന്നൊരു പ്രോബ്ലം നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചോളാം. സോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.